വേനൽക്കാലമല്ലേ, ചൂട് കൂടി വരികയാണ്. അതുമൂലം നമുക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വേനൽക്കാലമല്ലേ, ഇനി ചൂട് കൂടാനാണ് സാധ്യത. അതുപോലെ തന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ അടച്ച് കുട്ടികളൊക്കെ വെളിയിൽ കളിക്കാൻ തുടങ്ങുന്ന സമയം കൂടിയാണ്. ഈ ചൂട് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ തട്ടുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് നോക്കാം. ചൂട് നേരിട്ട് ശരീരത്തിൽ തട്ടുമ്പോഴുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കൂടാതെ നേരിട്ട് തട്ടാതെ മറ്റു കാര്യങ്ങൾ കൊണ്ട്, അത് ഇൻഡയറക്റ്റ് ആയിട്ടും നമ്മൾക്ക് ഈ വേനൽക്കാലത്ത് രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നാം കണ്ടുവരുന്നത് സൂര്യരശ്മികൾ അല്ലെങ്കിൽ സൂര്യന്റെ ചൂട് നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ ശരീരത്തിന്റെ ജലാംശം കുറയുകയും ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന അവസ്ഥ, നിർജലീകരണം എന്ന അവസ്ഥ ഉണ്ടാവുകയും നമ്മൾക്ക് തലചുറ്റലും ക്ഷീണവും നാക്കും വായും ഉണങ്ങുക, അങ്ങനെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അല്ലാതെ നിങ്ങൾ കേട്ടിട്ടില്ലേ സൂര്യതാപം ഏൽക്കുക എന്ന്? അങ്ങനെ വരുമ്പോൾ സൂര്യതാപം നമ്മുടെ ശരീരത്തെ ഏൽക്കുമ്പോൾ ശരീരത്തിൽ ചുവന്ന പാടുകൾ, കരുവാളിപ്പ്, ചിലപ്പോൾ കരിഞ്ഞുണങ്ങി പോവുക, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതല്ലാതെ കുറച്ചും കൂടെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഹീറ്റ് എക്സോഷൻ എന്ന് പറയുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ ശരീരത്തിന്റെ താപനില വളരെയധികം ഉയരുകയും അതുമൂലം തലകറക്കം, ഛർദി, ക്ഷീണം, ചിലപ്പോൾ ബോധക്ഷയം, വളരെ ചുരുക്കമായി മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് നേരിട്ടുള്ള സൂര്യതാപം ഏൽക്കലിൽ നിന്ന് നമുക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഇനി നമുക്ക് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് നോക്കാം. വേനൽക്കാലം ആകുമ്പോൾ കുളങ്ങളും അതുപോലെ കിണറുകളും ഒക്കെ പറ്റി വരളാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ ശുദ്ധമായ ജലത്തിന്റെ ലഭ്യത വളരെയധികം കുറയുകയും നമ്മൾ ആഹാരം പാകം ചെയ്യുന്നതിനും കുടിക്കുന്നതിനും കുളിക്കുന്നതിനുമൊക്കെ നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള ജലത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. അതിന്റെ ശുദ്ധതയെക്കുറിച്ചോ ശുചിത്വത്തെക്കുറിച്ചോ നമ്മൾക്ക് പൂർണ്ണമായി അറിയണമെന്നുണ്ടാവില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടെയും കുടിക്കുന്ന വെള്ളത്തിൽ കൂടെയും പല വിധത്തിലുള്ള രോഗങ്ങൾ നമ്മളിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായി പലതരത്തിലുള്ള വയറിളക്കങ്ങൾ, വയറുകടി, മഞ്ഞപ്പിത്ത രോഗങ്ങൾ, ടൈഫോയിഡ് മുതലായവയാണ് മലിനജലത്തിൽ കൂടി നമ്മളിലേക്ക് പകരുന്ന രോഗങ്ങൾ. കൂടാതെ ചിക്കൻ ബോക്സ് പോലെയുള്ള രോഗങ്ങളൊക്കെ വളരെ വേഗം പടർന്നു പിടിക്കുകയും അത് നമ്മളിലെ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സാധാരണയായി വേനൽക്കാലത്ത് കാണുന്ന ഒരു പ്രശ്നമാണ് യൂറിൻ ഇൻഫെക്ഷൻ അഥവാ മൂത്രത്തിൽ പഴുപ്പിന്റെ അസുഖം. അത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ്. കൂടുതലായിട്ട് ഈ പ്രശ്നം കാണുന്നത് പ്രായമുള്ളവരിലാണ്. പ്രായമുള്ളവര് സാധാരണ അവർക്ക് ദാഹം കുറവായിരിക്കും. അതിന്റെ കൂടെ സൂര്യതാപം കൊണ്ട് വെള്ളത്തിന്റെ അംശം കുറയുകയും കൂടി ചെയ്യുമ്പോൾ മൂത്രത്തിൽ പഴുപ്പുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ നമ്മുടെ ത്വക്കിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഈ വേനൽക്കാലത്ത് കാണാറുണ്ട്. ഉദാഹരണമായി ചൂടുകുരു, അത് കൂടുതലായിട്ട് ശരീരം വേർക്കുമ്പോൾ ചൊറിയുകയും കുരു ഉണ്ടാകുകയും ചെയ്യും. ചൂടുകുരു, അതുപോലെ തന്നെ ഫംഗസ് ഇൻഫെക്ഷൻസ്, ഇതിനൊക്കെ സാധ്യത കൂടുതലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൂര്യതാപം നേരിട്ടും അല്ലാതെയും നമ്മളിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് അറിയണ്ടേ? ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചൂട് കൂടുതലുള്ള സമയം, പ്രത്യേകിച്ച് രാവിലെ 11 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള സമയത്ത് കഴിയുന്നതും നമ്മൾ വെളിയിൽ ഇറങ്ങാതിരിക്കുക. ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് പാടത്തും പറമ്പിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കും ജോലി സംബന്ധമായോ അല്ലാതെയോ വെളിയിൽ യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴുമാണ്. അപ്പൊ നാം എന്താ ചെയ്യാ? വെളിയിൽ ഇറങ്ങേണ്ട സാഹചര്യം അത്യന്താപേക്ഷിതമായി വരികയാണെങ്കിൽ നാം ചില മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. കുട ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ വസ്ത്രം ഇളം കളറിലുള്ളതോ വെളുത്തതോ ആയിട്ടുള്ള വസ്ത്രം ഉപയോഗിക്കാം. അത് ചൂടാകിരണം ചെയ്യുന്നത് കുറയ്ക്കും. രണ്ടാമതായി ആവശ്യത്തിന് വെള്ളം കുടിക്കുക. 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് സാധാരണ ഒരു ആൾക്ക്. പക്ഷെ പല അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശം അത്യന്താപേക്ഷിതമാണ്. ഉദാഹരണത്തിന് കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവര്, ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരൊക്കെ വെള്ളത്തിന്റെ അംശം കൂടുതൽ ചെന്നു കഴിഞ്ഞാൽ ഹൃദയത്തിനോ കിഡ്നിക്കോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഉള്ള ആളുകൾക്ക് ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം ദിവസവും കുടിക്കാവുന്നതാണ്. പിന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നാം ഒക്കെ ഭക്ഷണം പാകം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാറുണ്ട്.
പിന്നീട് അതെടുത്ത് ചൂടാക്കിയും അല്ലാതെയും കഴിക്കാറുമുണ്ട്. ഈ വേനൽക്കാലത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഹാര സാധനങ്ങൾ പെട്ടെന്ന് പാകം ചെയ്ത ശേഷം പെട്ടെന്ന് അത് കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അതിന്റെ ശുദ്ധത എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ. സാധാരണയായി ഹോസ്പിറ്റലുകളിലൊക്കെ വരുന്ന പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളുടെ വയറിളക്ക രോഗങ്ങളിൽ 50% ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പലതവണയായിട്ട് എടുക്കുകയും ചൂടാക്കുകയും കഴിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പാകം ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ വേനൽക്കാലത്തെ ചൂടും അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും നമ്മൾ ശ്രദ്ധ വെച്ചാൽ നമ്മൾക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാവുന്നതാണ്. ശരീരത്തിൽ ആവശ്യത്തിനുള്ള ജലാംശം സൂക്ഷിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വെളിയിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകമായ മുൻകരുതലുകൾ എടുക്കുക, നാം കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന ജലവും ശുദ്ധമായതാണെന്ന് ഉറപ്പാക്കുക, പ്രായമായവരെയും കുട്ടികളെയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേനൽ ചൂടിൽ നിന്ന് നമ്മളെയും നമ്മുടെ സമൂഹത്തെയും രക്ഷിക്കുക. ഇപ്പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി.